നമസ്കാരം. ആരുടെയൊക്കെയോ കരച്ചിൽ കേൾക്കുന്നുണ്ട് അല്ലേ? കരഞ്ഞോളൂ, നന്നായിട്ട് തന്നെ കരഞ്ഞോളൂ. ഇന്ത്യയുടെ വികസന കുതിപ്പിലും പ്രതിരോധ രംഗത്തെ കുതിച്ചുചാട്ടത്തിലും കണ്ണു തള്ളി അസൂയ മൂത്ത് പൊട്ടി പൊട്ടി കരഞ്ഞോളൂ. എന്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നറിയണ്ടേ? ഇത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ മുട്ടിടിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്നു തന്നെ വ്യക്തമായി കേൾക്കാം. ശത്രുക്കൾക്ക് പേടി സ്വപ്നമായി മാറാൻ പോകുന്ന 5000 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശേഷിയുള്ള DRDOയുടെ പുതിയ കില്ലിംഗ് സ്ലേവ് ഡ്രോണുകളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് ഇന്ന് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും ഈ പുതിയ കുതിച്ചുചാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നടക്കുക മാത്രമല്ല, പല മേഖലകളിലും അവർക്ക് തന്നെ മാതൃകയാവുകയാണ് നമ്മുടെ ഇന്ത്യ. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഇത്തരം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ തികച്ചും തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നതിൽ നമ്മുടെ അഭിമാനമായ DRDO കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ കേവലം പ്രശംസയ്ക്കപ്പുറമുള്ള ഒന്നാണ്. ആധുനിക യുദ്ധമുഖങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന സ്ലേവ് ഡ്രോണുകൾ അഥവാ മൾട്ടിപ്പിൾ ഡ്രോണുകളുടെ ക്ലോസ് ഫോർമേഷൻ ഫ്ലൈയിങ് ഡെവലപ്മെന്റ് പദ്ധതിയാണ് ഇപ്പോൾ രാജ്യത്ത് അതിരഹസ്യമായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധരീതികളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഈ പുതിയ പദ്ധതി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഈ അത്ഭുതകരമായ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും രാപ്പകലുള്ള കഠിനാധ്വാനം രാജ്യത്തോടുള്ള അവരുടെ അടങ്ങാത്ത ദേശസ്നേഹത്തിന്റെ നേർക്കാഴ്ചയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് പിന്നിലെ മാന്ത്രിക വിദ്യ എന്ന്. DRDOയുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ടിന് കീഴിലാണ് ഈ സുപ്രധാന പദ്ധതി ഇപ്പോൾ അതിവേഗം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ സമ്പൂർണ്ണ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ യുവ സ്റ്റാർട്ടപ്പുകളെയും പ്രാദേശിക വ്യവസായങ്ങളെയും മുൻനിരയിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഈ വലിയ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുന്നത്. ഒരേ സമയം 50 ഡ്രോണുകൾ അടങ്ങുന്നതാണ് ഈ വിപ്ലവകരമായ ഗ്രൂപ്പ്. ഇതിൽ ഒരു പ്രധാന മാസ്റ്റർ ഡ്രോണും അതിനു കീഴിൽ അതീവ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന 49 സ്ലേവ് ഡ്രോണുകളുമാണ് ഉള്ളത്. പരസ്പരം വെറും 1/2 മീറ്റർ മാത്രം അകലം പാലിച്ചുകൊണ്ട് ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ ഒരേ മനസ്സോടെ ആകാശത്ത് പറക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നത് വിശ്വസിക്കാൻ കഴിയാത്തത്ര അത്ഭുതകരമായ ഒരു സാങ്കേതിക മുന്നേറ്റമാണ്. എല്ലാ ദിശകളിലും വെറും 5 സെന്റിമീറ്റർ മാത്രം വ്യത്യാസത്തിൽ കൃത്യതയോടെ ഓരോ ഡ്രോണിനും അതിന്റെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കാനും പരിപാലിക്കാനും സാധിക്കുന്നുവെന്നത് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ശത്രു രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ തടസ്സപ്പെടുത്താനോ ജാം ചെയ്യാനോ കഴിയാത്ത വിധത്തിലുള്ള അതീവ ഉയർന്ന സുരക്ഷയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്രിഡാണ് ഇതിനായി വിദഗ്ധർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് കൂടി കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളായ അതിശൈത്യമുള്ള മലനിരകളിലും മഞ്ഞ് പ്രദേശങ്ങളിലും യാതൊരുവിധ തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് പ്രത്യേക ശേഷിയുണ്ട്. കടൽ നിരപ്പിൽ നിന്ന് 5000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും ആകാശത്ത് ഒരിടത്ത് തന്നെ അനങ്ങാതെ വായുവിൽ നിൽക്കാനും ഇവയ്ക്ക് സാധിക്കും. സെക്കൻഡിൽ 20 മീറ്റർ വരെ അതിവേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റിൽ പോലും തങ്ങളുടെ സ്ഥിരത ഒരൽപ്പം പോലും കൈവിടാതെ സ്വന്തം ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ഏത് ദൗത്യവും ഭംഗിയായി പൂർത്തിയാക്കി സുരക്ഷിതമായി സ്വന്തം താവളത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ ഇവയ്ക്ക് സാധിക്കുന്നതും വലിയൊരു നേട്ടമാണ്. ഭാവിയിലെ യുദ്ധക്കളങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സ്വയംഭരണ സംവിധാനങ്ങളുടെയും കൈകളിലായിരിക്കുമെന്ന് നമ്മൾ നിരന്തരം കേൾക്കാറില്ലേ? ആ യാഥാർത്ഥ്യം അച്ചടക്കത്തോടെ ഉൾക്കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സൈനികരുടെ ജീവന് നേരിട്ടുള്ള ഒരു അപകടവും വരാത്ത രീതിയിൽ ശത്രുവിന്റെ ഒളിത്താവളങ്ങളും കോട്ടകളുമൊക്കെ അതീവ കൃത്യതയോടെ തകർത്തെറിയാൻ ഇത്തരം സ്ലേവ് ഡ്രോണുകൾക്ക് നിസ്സാരമായി സാധിക്കും. ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നുള്ള പ്രധാന കമാൻഡുകൾ മാസ്റ്റർ ഡ്രോൺ നേരിട്ട് സ്വീകരിക്കുകയും ആ സിഗ്നൽ വഴി മറ്റ് 49 ഡ്രോണുകളെയും അതിവിദഗ്ധമായി ഒരേ സമയം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് യുദ്ധമുഖത്തെ മാനേജ്മെന്റ് വളരെ ലളിതവും ശക്തവുമാക്കുന്നു. വിദേശ രാജ്യങ്ങളെ അന്ധമായി ആശ്രയിക്കുന്ന രീതി പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ന് നമ്മുടെ പ്രതിരോധ മേഖല പൂർണ്ണമായി പ്രാപ്തമായി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും നിരന്തരമായ പരിശ്രമ ഫലമായി ഇന്ത്യയുടെ ആകാശക്കോട്ടകൾക്ക് കാവലായി മാറാൻ പോകുന്ന ഈ അത്യാധുനിക ഡ്രോൺ വിപ്ലവം നമ്മുടെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നാണ്.
ഇത്തരത്തിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ലോകത്തിലെ വിരലിലെണ്ണാവുന്ന ചില വൻകിട രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ പട്ടികയിലേക്ക് അഭിമാനത്തോടെ നമ്മുടെ ഭാരതവും കടന്നു വന്നിരിക്കുകയാണ്. സാങ്കേതികമായി നമ്മൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവ് കൂടിയാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ ശാസ്ത്രജ്ഞരും DRDOയും നൽകുന്ന സംഭാവനകൾ ചരിത്രത്തിൽ എന്നും സമാനതകളില്ലാത്തതായി നിലനിൽക്കും. ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ രാജ്യം കുതിച്ചുയരുമ്പോൾ ആ മുന്നേറ്റങ്ങൾക്ക് കരുത്തുപകരാൻ ഇത്തരം സങ്കേതങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സൈനിക മേഖലയിൽ നാം കൈവരിക്കുന്ന ഈ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് പറയാവുന്ന ഒന്നാണ്. വരും തലമുറകൾക്കായി കൂടുതൽ സുരക്ഷിതമായ ഒരു നാളെ ഉറപ്പാക്കാൻ നമ്മുടെ പ്രതിരോധ ഗവേഷകർ നടത്തുന്ന രാപ്പകലുള്ള കഠിനാധ്വാനം ഒരിക്കലും മറക്കാനാവില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നിഷ്പ്രയാസം തകർത്തെറിയാൻ ഇന്ന് നമ്മുടെ സേന പൂർണ്ണ സജ്ജമാണ്. ശത്രുക്കളുടെ നെഞ്ചിടിപ്പേറ്റുന്ന ഈ വൻ മുന്നേറ്റം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ഈ സുപ്രധാന പ്രതിരോധ മുന്നേറ്റം വരും നാളുകളിൽ ലോകരാഷ്ട്രങ്ങൾ പോലും അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. സമുദ്രത്തിലും കരയിലും ആകാശത്തും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കാൻ നമ്മുടെ സേന ഇന്ന് സജ്ജമാണ്. സാങ്കേതിക വിദ്യയുടെ ഓരോ പുതിയ ചുവടുവയ്പും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമ്മുടെ സൈനികർക്കൊപ്പം ഇത്തരം അത്യാധുനിക ആയുധങ്ങളും നിലകൊള്ളുമ്പോൾ അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നത് സ്വാഭാവികമാണ്. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം ഇന്ന് പൂർണ്ണമായും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വിദേശ നിർമ്മിത ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന ഇരുണ്ട കാലം ഇന്ന് പൂർണ്ണമായി കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്വന്തമായി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ച് ലോകത്തിന് മാതൃകയാകുന്ന ഒരു രാജ്യമായി അതിവേഗം വളർന്നിരിക്കുന്നു. DRDOയുടെ ഈ പുതിയ സ്ലേവ് ഡ്രോൺ പദ്ധതി ആ വളർച്ചയുടെയും സ്വാശ്രയത്വത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കുന്നതിൽ നാം കൈവരിച്ച ഈ വൻ കുതിച്ചുചാട്ടം ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുന്നു. ഓരോ പൗരനും അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ ശാസ്ത്രലോകം നമുക്കായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം അത്യാധുനിക പദ്ധതികൾ രാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന് ആക്കം കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയെ ഒരു മഹാശക്തിയായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. വരും കാലങ്ങളിൽ നമ്മുടെ സേനയുടെ കരുത്ത് ഇരട്ടിയാക്കാനും ശത്രുക്കളുടെ ഏത് കുതന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കാനും ഈ സ്ലേവ് ഡ്രോണുകൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ഈ അപരാജിത കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ല. കാരണം ഭാരതം ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ആഗോള ശക്തിയായി കഴിഞ്ഞു. ഈ പുതിയ മുന്നേറ്റത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ കുതിച്ചുചാട്ടത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.